നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി എന്തെങ്കിലും പറയോണ്ടടി? ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ വിചാരണ ചെയ്യാനും ക്രൂശിക്കാനും തുടങ്ങിയാലുണ്ടല്ലോ, ഞാൻ ആന്റിയോട് പറഞ്ഞു കൊടുക്കും. നീ ഇപ്പൊ ചെയ്ത് ഈ ചെറ്റത്തരത്തിലുണ്ടല്ലോ, നിന്റെ തല മുട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്തിരുത്തി ചമ്മട്ടി കൊണ്ടടിച്ച് നാട് കടത്തണതാ. ഞാനത് ചെയ്യാത്തതേ നിന്റെ ആന്റിയെ പേടിച്ചിട്ടൊന്നുമില്ല. എന്റെ ഭാര്യ ശാലിനി ജില്ലാ കളക്ടറിന്റെ ബോർഡ് വെച്ച കാറിലെ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങുമ്പോ അത് കാണാൻ നീ ഇവിടെ ഉണ്ടാവണം. ശാലിനി ആരാന്നേ അന്നേ കാലണയുടെ മൂല്യമില്ലാത്ത നിനക്ക് മനസ്സിലാവൂടി. നീ കുറിച്ചു വെച്ചോ അത്. ഇനിയുള്ള വിഷ്ണുവിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എന്റെ ശാലിനി ഒരു IAS കാരിയാക്ക. എടി ഒരു കടലാസ് കഷ്ണം കീറിയണോന്ന് നിനക്കത് തടയാനാവില്ലടി സുസ്മിത. പിന്നെ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് കേട്ടല്ലോ. മേലിൽ ശാലിനിയുടെ വഴിക്ക് നീ വന്നാലുള്ള ശിക്ഷ ഭീകരമായിരിക്കും. ഇവളോട് പറയുന്നതിലും വേദം വല്ല കഴുതയോടും പറയുന്നതാ. വേണ്ടെന്നറിയോ? നിക്കടി അവിടെ. ഞാൻ ഇവിടെ പലതും ചെയ്തെന്നിരിക്കും. ശാലിനിക്ക് വരുന്ന ഇന്റർവ്യൂ ലെറ്റർ പൊട്ടിക്കോ കീറിക്കളയോ ചെയ്യും. അതല്ലെങ്കിൽ കത്തിച്ചു കളയും. ചിലപ്പോഴേ ഈ വീടടക്കം കത്തിച്ചെന്നിരിക്കും. അത് കണ്ടോ കേട്ടോ എന്ന് ഓരോ കാതിച്ചെന്ന് പറയാൻ നിന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ വലിച്ചു കീറുന്ന നിന്നെയായിരിക്കും. എന്നോടൊരു പട്ടിയും ചോദിക്കാൻ വരില്ല. ഓർത്തോ നീ. നമ്മുടെ രണ്ടാളുടെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞുള്ള കളി മാത്രം മതി. വയ്ക്കോ. എന്താടി? കുഞ്ഞെന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ രണ്ടാളിന്റെ സ്ഥാനം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ വീടിനെ ആശ്രയിച്ച് കഴിയുന്നവരാ നമ്മൾ രണ്ടാളും. ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കുഞ്ഞൊരു ജോലിയും ചെയ്യാതെ ഇരുന്നുള്ളൂ. എനിക്ക് ഇവിടുന്ന് പോയാ വേറെ എവിടെയും ജോലി കിട്ടും. പക്ഷേ കുഞ്ഞ് ഇവിടുന്ന് പോയാ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് കൂലിയായിട്ട് ആഹാരമല്ല അടിയാ കിട്ടുക. എന്തു പറഞ്ഞടി? വേണ്ട, അടങ്ങി നിൽക്കു കുഞ്ഞെ. ശാലിനി കുഞ്ഞിന്റെ ഇന്റർവ്യൂ ലെറ്റർ കീറിക്കളഞ്ഞതിന്റെ തരിപ്പിലാ വിഷ്ണു സാറിന്റെ കയ്യ്. ഇതും കൂടി അറിഞ്ഞാ ആ തരിപ്പ് ഈ കവളത്തെ തീർത്തെന്നിരിക്കും. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ചൊറിച്ചിലിന്റെ പേര് അസൂയ എന്നാ കുഞ്ഞെ. മനുഷ്യനായാലേ അല്പമെങ്കിലും നാണം വേണം. കഷ്ടം. എടി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.